അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നോക്കിയത്. ഇനി അടുത്തത് നോൺ ഹോമോജീനിയസ് ഫോം, അതായത് ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ ഒത്തിരിയും നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് അതൊന്നും പഠിക്കേണ്ട, നമുക്ക് ആകെ പഠിക്കേണ്ടത് ഈ ഫോർമാറ്റിൽ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് dy/dx is equal to a1x plus b1y plus c1 upon a2x plus b2y plus c2. ഈ ഒരു ഫംഗ്ഷൻ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പം രണ്ട് കേസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ കേസ് 1 പഠിക്കാം. കേസ് 1 എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ such that a1/a2 is equal to b1/b2. അപ്പോൾ a1/a2 is equal to b1/b2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Now let us say a1/a2 is equal to b1/b2 is equal to m. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? I can write dy/dx is equal to m times a2x plus b2y plus c1 upon a2x plus b2y plus c2. മുകളിൽ തന്നിരുന്ന a1x ഉം b1y ഇപ്പൊ എന്തായിട്ട് മാറ്റി എഴുതി? m ടൈംസ് a2x plus b2y എന്ന് മാറ്റി എഴുതി. അങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ a2x plus b2y is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, a2x plus b2y is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ, സപ്പോസ് dy/dx is equal to 2x plus 2y plus 1 divided by x plus y plus 4. ഇവിടെ നോക്കുക, a1/a2 is equal to b1/b2 ആണ്. a1 2 ആണ്, a2 1 ആണ്, b1 2 ആണ്, b2 1 ആണ്. സോ a1/a2 is equal to b1/b2 is equal to 2 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? I can write dy/dx is equal to 2 times x plus y plus 1 divided by x plus y plus 4. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ x plus y is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x plus y is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ എഴുതാൻ പറ്റും? റൈറ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് 2v plus 1 divided by v plus 4 എന്ന് കിട്ടും. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. dy/dx is equal to x plus y plus 1 2x plus 2y plus 4. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ a1/a2 b1/b2 ഈക്വൽ ആണോ നോക്കുക. ഇവിടെ ഈക്വൽ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് a1/a2 is equal to b1/b2 is equal to 1/2. ഇപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? I can write x plus y plus 1 divided by 2 times x plus y plus 4. നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന x plus y നെ എന്ത് ചെയ്യുക? v ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുക. അപ്പൊ ഇതാണ് കേസ് 1. അടുത്ത കേസ് 2 നോക്കാം. അടുത്ത് രണ്ടാമത്തെ കേസ് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ a1/a2 is not equal to b1/b2. a1 ഉം a2 ഉം b1/b2 രണ്ടും ഈക്വൽ അല്ല. അപ്പൊ നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ x is equal to ക്യാപിറ്റൽ x plus h ഉം സ്മോൾ y is equal to ക്യാപിറ്റൽ y plus k എന്നുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊരു വെറൈറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം ഈ സ്മോൾ x എന്ന് പറയുന്ന വേരിയബിൾ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ x എന്ന് പറയുന്ന വേരിയബിൾ പ്ലസ് ഒരു കോൺസ്റ്റന്റ്, ഒരു വേരിയബിളും ഒരു കോൺസ്റ്റന്റേയും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? x നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ,
സോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് dx എന്ത് കിട്ടും? dx is equal to d capital X എന്ന് കിട്ടും. dy is equal to d capital Y എന്ന് കിട്ടും. കാരണം k കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയി പോകും. h കോൺസ്റ്റന്റ് ആണ്, അതും 0 ആയി പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. സ്മോൾ dy ഡിവൈഡ് ബൈ dx നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ d ക്യാപിറ്റൽ Y ബൈ d ക്യാപിറ്റൽ X എന്ന് എഴുതാൻ പറ്റും. ഇനി x വരുന്നിടത്ത് നമ്മൾ എന്ത് എഴുതുക? ക്യാപിറ്റൽ X പ്ലസ് h എന്ന് എഴുതുക. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി y വരുന്നിടത്ത് എന്ത് എഴുതുക? ക്യാപിറ്റൽ Y പ്ലസ് k എന്ന് എഴുതുക. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ഈ പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ വേരിയബിൾസിനെയും കോൺസ്റ്റന്റിനെയും ഒന്ന് മാറ്റി എഴുതുക. അതായത് a1 ഇൻറ്റു എച്ച് അതൊരു കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. b1 ഇൻറ്റു കെ ഇത് ഒരു കോൺസ്റ്റന്റ് ആണ്. c1 അതും ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റിനെയൊക്കെ മാറ്റി എഴുതുക. a1h പ്ലസ് b1k പ്ലസ് c1 എന്ന് മാറ്റി എഴുതുക. വേരിയബിൾസ് വരുന്ന എക്സും വൈയും നമ്മൾ മാറ്റി എഴുതുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിനും അതേപോലെ ചെയ്യുക. സോ വി ഗെറ്റ് dy ബൈ dx is equal to a1x plus b1y plus a1h plus b1k plus c1 upon a2x plus b2y plus a2h plus b2k plus c2 എന്ന് കിട്ടും. ഇനി അടുത്ത മെത്തേഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം അടുത്ത മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോൺസ്റ്റന്റ് എച്ചിന്റെയും ഈ കോൺസ്റ്റന്റ് കെയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് അടുത്ത മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. സോ ആ എച്ചും കെയും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? The value of h and k must be chosen such that a1h plus b1k plus c1 should be equal to 0 and a2h plus b2k plus c2 is equal to 0. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫാക്ടർ എന്താവണം? ഇതും 0 ആവണം. അതിന്റെ താഴെ തന്നിരിക്കുന്ന ഇത്രയും ഫാക്ടേഴ്സ് എന്താവണം? അതും 0 ആവണം. 0 ആകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? എച്ചിന്റെയും കെയിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ. പലപ്പോഴും ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദ്യത്തിനകത്ത് എച്ചിന്റെയും കെയിന്റെയും വാല്യൂ തന്നെ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അപ്പോൾ എച്ചിന്റെയും കെയിന്റെയും വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത്രയും ടൈം ഞാൻ ഈ ചുവന്ന ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്ന ഇത്രയും ടൈം എന്തായി പോകും? അത് 0 ആയി പോകും. കാരണം എന്താണ്? എച്ചിന്റെയും കെയുടെയും വാല്യൂ വി ഹാവ് ചൂസൺ സച്ച് ദാറ്റ് ദിസ് എൻറ്റയർ ടൈംസ് ബിക്കം 0. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? dy by dx is equal to a1x plus b1y divided by a2x plus b2 എന്ന് എഴുതാൻ പറ്റും. ഇതിപ്പോൾ എന്താണ്? ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോമോജീനിയസ് അല്ലാത്ത ഒരു ഇക്വേഷനെ ഹോമോജീനിയസ് ആക്കുന്നത്. ഓക്കെ, ഇവിടെ സ്മോൾ എക്സിനെ നമ്മൾ ആദ്യം ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് എന്നും സ്മോൾ വൈനെ ക്യാപിറ്റൽ വൈ പ്ലസ് കെ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതിലാണ് നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ചില ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം 2x plus 2y minus 1 dx is equal to x plus y plus 1 dy. ഫസ്റ്റ് നമ്മൾ അതിനെ dy by dx എന്ന ഫോമിലേക്ക് എഴുതുന്നു. So we get 2x plus 2y minus 1 divided by x plus y plus 1. Okay, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. a1 by a2 is equal to b1 by b2 is equal to 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 2 വെളിയിലെടുക്കുക. So we get dy by dx is equal to 2 times x plus y minus 1 divided by x plus y plus 1. ഇനി x plus y നെ v ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് എന്ത് കിട്ടും? I get y is equal to v minus x. Therefore dy by dx is equal to dv by dx minus 1. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഈ കിട്ടിയതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we get dv by dx minus 1 is equal to 2v minus 1 divided by v plus 1.
ഇനി ഈ മൈനസ് ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ നമുക്ക് അതങ്ങനെ കിട്ടും. വി ഗെറ്റ് 2v minus 1 divided by v plus 1 plus 1. Now I can write 2v minus 1 plus v plus 1 divided by v plus 1. അപ്പോൾ ഈ 1 ഉം minus 1 ഉം 1 ഉം ക്യാൻസൽ ആയി പോകും. 2v plus v is equal to 3v divided by v plus 1 എന്ന് കിട്ടും. That is I get dv by dx is equal to 3v upon v plus 1. ഇനി എന്ത് ചെയ്യാം, ഇനി ഇതിനെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്താം. So we get v plus 1 upon v dv is equal to 3 times dx. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. So we get v by v എന്ന് പറഞ്ഞാൽ 1 ആണ്. So അതിന്റെ ഇന്റഗ്രേഷൻ v ആണ്. 1 by v ന്റെ ഇന്റഗ്രേഷൻ log v is equal to 3 times x plus c. v എന്താണ്, x plus y. So I can write x plus y plus log x plus y is equal to 3x plus c. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 3x ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. So that we get y minus 2x plus log x plus y is equal to c. ഇതാണ് ആൻസർ. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. Which substitution reduces the non-homogeneous function dy upon dx is equal to y plus x minus 2 upon y minus x minus 4 to a homogeneous form? അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. We can write dy by dx is equal to x plus y minus 2 divided by minus x plus y minus 4. So I get a1 is equal to 1, a2 is equal to minus 1, b1 is equal to 1 and b2 is equal to 1. So ഇവിടുന്ന് a1 by a2 is not is equal to, so ഇവിടുന്ന് a1 by a2 is not equal to b1 by b2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ സ്മോൾ x is equal to capital X plus h എന്നും സ്മോൾ y is equal to capital Y plus k എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ h ന്റെയും k ന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാം. a1h plus b1k plus c1 must be is equal to 0. അതുപോലെ തന്നെ a2h plus b2k plus c2 is also equal to 0. അപ്പം a1 ഉം b1 ഉം a2 ഉം b2 ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ ഗെറ്റ് h plus k minus 2 is equal to 0. Here I get minus h plus k minus 4 is equal to 0. ഇതെങ്ങനെ എഴുതാം? I can write h plus k is equal to 2. Here minus h plus k is equal to 4. ഇത് നമുക്ക് എന്ത് കിട്ടും? We get k is equal to 3 and we get h is equal to minus 1. Therefore substitution എങ്ങനെ എഴുതാം? Therefore the answer becomes small x is equal to capital X minus 1, then small y is equal to capital Y plus 3. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. സോൾവ് x plus 2y into dx minus dy is equal to dx plus dy. ഇതിലേക്ക് എങ്ങനെ എഴുതാം? x plus 2y minus 1 into dx minus x plus 2y plus 1 dy is equal to 0 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി അതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? dy by dx is equal to x plus 2y minus 1 upon x plus 2y plus 1 എന്ന് എഴുതി. ഇവിടെ നോക്കുമ്പോൾ a1 by a2 is equal to b1 by b2 is equal to 1 ആണ്. a1 by a2 എത്രയാണ്? 1 by 1. b1 by b2 എത്രയാണ്? 2 by 2 is equal to 1.
അപ്പോൾ നമ്മൾ എടുക്കേണ്ട കേസ് ഏതാണ്? a1/a2 = b1/b2 ന്റെ കേസ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് 1 കിട്ടി. അപ്പോൾ നമ്മൾ ഈ 1 ആണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ 1 വെളിയിലേക്ക് എടുത്താൽ നമുക്ക് അതേ ഇക്വേഷൻ തന്നെ കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് വി ഗെറ്റ് dy/dc = x + 2y - 1 x + 2y + 1 എന്നാണ് നമുക്ക് കിട്ടും. കാരണം 1 വെളിയെടുത്താൽ നമുക്ക് സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? x + 2y = that is this one. x + 2y = v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത് x + 2y. ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുക? v എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ x + 2y = v നെ നമ്മൾ എന്ത് ചെയ്യുക? x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ വി ഗെറ്റ് 1 + 2 dy/dc = dv/dx. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? dy/dx കിട്ടും, which is equal to 1/2 dv/dx minus 1/2. അതൊന്നും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/2 dv/dx minus 1 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനകത്ത് dy/dx മാറ്റി dv എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. x + 2y എന്താക്കി മാറ്റുന്നു? v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So we get 1/2 dv/dx minus 1 is equal to v minus 1 by v plus 1 എന്ന് കിട്ടുന്നു. കാരണം ഈ 1/2 dv/dx minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ dy/dx ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷനെ ഒന്നും കൂടെ സോൾവ് ചെയ്യാണ്. വി ഗെറ്റ് dv/dx equal to 2 times v minus 1 by v plus 1 plus 1. ആദ്യം ഈ രണ്ടിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, പിന്നെ ഈ -1നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി ഗെറ്റ് 3v - 1 upon v plus 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ഗെറ്റ് dv/dx equal to 3v - 1 by v plus 1 എന്ന് കിട്ടും. ഇത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ വി ഗെറ്റ് v plus 1 by 3v - 1 dv is equal to dx എന്ന് കിട്ടും. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു ഫോം, ഈ തന്നിരിക്കുന്ന ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് v plus 1നെ 3v - 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ വി ഗെറ്റ് കോഷ്യന്റ് 1/3 ആണ്, റിമൈൻഡർ 4/3 ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/3 + 4/3 × 1 upon 3v - 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് എനിക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇത്ര ഇക്വേഷൻ ഞാൻ എന്തായിട്ട് എഴുതി? ഇതായിട്ട് എഴുതി. സോ വി ഗെറ്റ് 1/3 + 4/3 1 divided by 3v - 1 dv is equal to dx. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഓൺ ഇന്റഗ്രേറ്റിംഗ് 1/3 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? v × 1/3 എന്ന് കിട്ടും. ഈ 1/3v - 1ന്റെ ഇന്റഗ്രേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 1/3 log 3v - 1. സോ വി ഗെറ്റ് 4/9 log 3v - 1. dx ന്റെ ഇന്റഗ്രേഷൻ x ഒരു കോൺസ്റ്റന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഈ ടോട്ടൽ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഈ ടോട്ടൽ ഇക്വേഷനെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് 3v + 4 log 3v - 1 ഈസ് ഈക്വൽ ടു 9x + 9c. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്കിവിടെ 9c എന്ന് എഴുതണമില്ല. യു ക്യാൻ സിംപ്ലി റൈറ്റ് c. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ v = നമ്മൾ v = x + 2v എന്നാണ് എടുത്തത്. അത് നേരെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 times x + 2y plus 4 times log 3x plus 6y minus 1 is equal to 9x plus c എന്ന് കിട്ടും. ഇവിടെ ഈ 3v ആണ് നമ്മൾ 3x plus 6y എന്ന് എടുത്തിരിക്കുന്നത്. ഈ 3 times x plus 2y നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ അവിടെ ഈ 9x minus 3x എന്ത് കിട്ടും? 6x എന്ന് കിട്ടും. സോ 3 × 2y 6y, അത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ -6y എന്ന് വരും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 6x - 6y എന്ന് വരും. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന ടോട്ടൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? by 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 4 log ആണ്, ഇതിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടും 2 എന്ന് കിട്ടും. ഇവിടെ വരുന്ന ഈ 6x - 6y നെ ഞാൻ by 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് 3x - 3y plus c is equal to 2 log 3x plus 6y minus 1 എന്ന് കിട്ടുന്നത്. ഇവിടെ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ഈ ഒരു ചോദ്യം വളരെ ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. കാരണം നമ്മൾ കിട്ടിയ ചോദ്യം ആദ്യം a1/a2 = b1/b2 ആണെന്ന് ചെക്ക് ചെയ്തു. അത് ചെക്ക് ചെയ്തിട്ട്
നമ്മൾ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇത്ര ടൈം കൺസ്യൂമിങ് ആയത്.